ഹായ് ഓൾ, മൈസെൽഫ് സച്ചിൻ സ്കറിയ. ഞാനാണ് ഡ്രീം ലെഡ്ജറിലെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഫാക്കൽറ്റി. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് നമ്മുടെ നോളജ് ലെവലിലെ ഒരു പേപ്പറാണ്. ഇപ്പൊ നോർമലി യൂഷ്വലി സാധാരണ എല്ലാവരും ചെയ്യുന്നത് ACCA സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ സെലക്ട് ചെയ്യുന്ന ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു പേപ്പറാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നത്. ഇപ്പൊ നോർമലി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതേപോലെ തന്നെ എന്താണ് സയൻസ് ഫീൽഡിൽ നിന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ മറ്റ് ഫീൽഡിൽ നിന്ന് കൊമേഴ്സ് ഫീൽഡിൽ നിന്ന് അല്ലാതെ വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം എന്താണ് അവരുടെ ബേസ് സെറ്റ് ആക്കി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു പേപ്പറാണ്. അക്കൗണ്ടിങ്ങിൽ അവരുടെ ബേസ് സെറ്റ് ആക്കി മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പേപ്പറാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പൊ ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് എന്താണ് ഒരു അഡ്വാൻസ് ലെവൽ പേപ്പർ ഉണ്ട്, അതാണ് സ്കിൽ ലെവലിലെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അതേപോലെ തന്നെ ഈ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് ഒരു അഡ്വാൻസ് ലെവൽ പേപ്പർ ഉണ്ട്, അതാണ് സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ പേപ്പർ. അത് പ്രൊഫഷണൽ ലെവലിലെ പേപ്പറാണ്. അപ്പം നമ്മളിതിനകത്ത് പഠിക്കുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്താണ് കുറച്ച് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ട കാര്യമുണ്ട്. ഇതിന് കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ട്, കൃത്യമായ കുറച്ച് സ്റ്റാൻഡേർഡും കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഈ കാര്യങ്ങളാണ് നമ്മൾ ബേസ് ലെവലിൽ നമ്മൾ ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ തന്നെ എന്താണ് നോർമലി ഒരു ബൈക്ക് റൈഡ് ചെയ്യാൻ വരെ എന്ത് ചെയ്യണം, നമുക്ക് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് തോന്നിയ പോലെ ബൈക്ക് റോഡിൽ കൂടെ ഓടിക്കാൻ പറ്റത്തില്ല, പോലീസ് നമുക്ക് ഫൈൻ അടിച്ച് തരും. അപ്പൊ നമ്മൾ ബൈക്ക് എടുത്തു എന്താണ് റോഡിൽ കൂടെ വലത് സൈഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നമ്മുടെ വലത് സൈഡിൽ കൂടെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ഫൈൻ തരും. അതുപോലെ തന്നെ ബൈക്ക് ഓടിക്കണേ എന്താണ് ഹെൽമെറ്റ് നിർബന്ധം, പുറകിരിക്കുന്ന ആൾക്കും മുൻപിരിക്കുന്ന ആൾക്കും ഹെൽമെറ്റ് നിർബന്ധമാണ്. അതുപോലെ തന്നെ പൊല്യൂഷൻ, ഇൻഷുറൻസ്, അങ്ങനെയുള്ള എല്ലാ പേപ്പേഴ്സും എല്ലാം ക്ലിയർ ആയിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള റൂൾസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ബൈക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ട് റോഡിലൂടെ നമ്മൾ ഓടിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെയാണ് നമുക്ക് അക്കൗണ്ടിങ് വരുന്ന സമയത്ത് നമുക്ക് അക്കൗണ്ടിങ്ങിൽ എന്തുണ്ട്, അക്കൗണ്ട്സ് നമുക്ക് തോന്നിയ പോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിനൊക്കെ എന്താണ് ഒരു കൃത്യമായ റൂളും കൃത്യമായ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്താണ്, കൃത്യമായ ഫ്രെയിം വർക്കിനൊക്കെ ബേസ് ചെയ്താണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണ്, അതെങ്ങനെയാണ്, ആ ഫോർമാറ്റ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ പേപ്പറിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം പറയുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ പോലും ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ നോർമലി നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ എന്താണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിലൊക്കെ ഇന്ത്യൻ ഫോർമാറ്റിലൊക്കെ ആയിരിക്കും ബാലൻസ് ഷീറ്റും അല്ലെങ്കിൽ SOP-ലും ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചിരിക്കുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ബേസിക് കണ്ടന്റ്സ് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 1-ലെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ പോലെ നമ്മുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ എന്താ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താ, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്താന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പ്രോപ്പർ ആയിട്ട് അക്കൗണ്ട് ചെയ്താൽ ഒരു ബിസിനസ്സിലെ പ്രോഫിറ്റും ഒരു ബിസിനസ്സിലെ അവരുടെ അസറ്റും ലയബിലിറ്റീസും ക്യാഷും എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ടേമാണ്. അപ്പം അതിലെ ഒരു ചെറിയൊരു പോർഷൻ, അതിലൊരു പാർട്ടാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നു. അപ്പം എന്താണ് നമ്മുടെ പ്രിപ്പയർ ചെയ്ത ഈ സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ എക്സ്റ്റേണൽ യൂസേഴ്സിന് നമ്മുടെ അതിന്റെ യൂസേഴ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് വരെ വന്നു ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലേക്ക് വരുമ്പോൾ. ഓക്കെ, അപ്പൊ അതെന്തെങ്കിലും ആവട്ടെ. അപ്പം നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ബിസിനസ് ഉണ്ട്, എന്തൊക്കെ തരത്തിലുള്ള ബിസിനസ് എൻറ്റിറ്റീസ് നിങ്ങൾക്ക് അറിയാം. ബിസിനസ്സസ് എയിം ടു മേക്ക് പ്രോഫിറ്റ്. ഇപ്പം ബിസിനസ് മെയിൻ ആയിട്ട് എന്തിനാ നടത്തുന്നത് അറിയാം. നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലാത്തുള്ള ബാക്കി എല്ലാ ബിസിനസ്സുകൾ നമ്മൾ നടത്തുന്ന ഒരേ ഒരു പർപ്പസിന് വേണ്ട, നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ട. പ്രോഫിറ്റ് ആണ് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ആ ബിസിനസ് അതിജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മളൊരു ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ കുറച്ച് നാളത്തേക്ക് പ്രോഫിറ്റ് ചിലപ്പോൾ കിട്ടത്തില്ല, പക്ഷെ കുറച്ച് പിന്നെ കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങണം. അറ്റ്ലീസ്റ്റ് ചെറിയ രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടണം. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ആ ബിസിനസിന്റെ ഒരു നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. അപ്പം പ്രോഫിറ്റ് ആണ് അൾട്ടിമേറ്റ്ലി എല്ലാ ബിസിനസ് എൻറ്റിറ്റിയുടെയും മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്,
അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും തന്നെ അറിയാം. എന്താണ് ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ്. അപ്പം ഇൻകം കൂടി നിൽക്കുകയും ചെയ്യണം, എക്സ്പെൻസ് കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. ഇനി ഇൻകം കുറവും എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ അവിടെ എന്താണ് ലോസ് ആണ് ഉണ്ടാകുന്നത്. അപ്പം ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം മെയിൻ ടൈപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് സോൾ ട്രേഡർ, പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. അപ്പം ഇതിനെ പറ്റിയൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. പക്ഷെ എന്താണ് ഒന്നുകൂടെ നമുക്ക് എന്താണ് ഇതൊക്കെ ഒന്ന് പുതുക്കിയെടുക്കേണ്ട കാര്യമുണ്ട്. അപ്പം സോൾ ട്രേഡ്, പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. അപ്പം ഈ ഒരു 3 രീതിക്കാണ് ബിസിനസ് എൻറ്റിറ്റിനെ, ടൈപ്സ് ഓഫ് ബിസിനസ് എൻറ്റിറ്റിനെ നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. സോൾ ട്രേഡർ എന്താണ്? സോൾ ട്രേഡർ എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ടല്ലേ, ഒരൊറ്റ ട്രേഡർ, ഒരാൾ മാത്രം നടത്തുന്ന ബിസിനസ് അല്ലേ. വൺ പേഴ്സൺ ഓൺസ് ആൻഡ് റൺസ് ദ ബിസിനസ്. അപ്പം ഒരു പേഴ്സൺ തന്നെ, ഒരാളാണ് അത് ഓൺ ചെയ്യുന്നതും അത് റൺ ചെയ്യുന്നതും ഒരാൾ തന്നെയായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സോൾ ട്രേഡേഴ്സിനൊക്കെ നല്ല പരിചയം ഉണ്ടാവില്ലേ. നാട്ടിലൊക്കെ കട നടത്തുന്നവരൊക്കെ സോൾ ട്രേഡേഴ്സ് ആണ് അല്ലേ. അപ്പം അവർ അവരുടെ സ്വന്തം കടയാണ്, അവരൊറ്റയ്ക്കാണ് നടത്തുന്നത്. അപ്പം നമുക്ക് സോൾ ട്രേഡറൊക്കെ വളരെ പരിചയമുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചോളം എന്താണ് വളരെ ചെറിയൊരു ബിസിനസ് ആയിരിക്കും. കാരണം അവരെ സംബന്ധിച്ചോളം അവരുടെ കയ്യിലുള്ള അസറ്റ്സ് ആണ് അവർക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, അല്ല അവരുടെ കയ്യിലുള്ള ക്യാഷ് ആണ് അവർക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം മൊത്തത്തിൽ അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഓണർ ഹാസ് ഫുൾ കൺട്രോൾ. അതാണ് അയാൾക്കാണ്, അല്ലെങ്കിൽ ആ പുള്ളിക്കാരിക്കാണ്, അല്ലെ ആ പുള്ളിക്കാരനാണ് അതിൽ മുഴുവനുള്ള കൺട്രോൾ. ഫുള്ളായിട്ട് കൺട്രോൾ ആരാണ്? അവിടെ വേറെ ആരും പുള്ളിനെ കൺട്രോൾ ചെയ്യാൻ വരുന്നില്ല. അപ്പൊ ആ കടയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അവിടുത്തെ കാര്യങ്ങൾ ശരിയാണെന്ന് തെറ്റാണെന്ന് ചെയ്യുന്ന ആരാ? അത് അവിടുത്തെ ആ ഓണർ ആയിട്ടുള്ള സോൾ ട്രേഡർ ആണ് ചെയ്യുന്നത്. നോ ലീഗൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ഓണർ ആൻഡ് ബിസിനസ്. അപ്പൊ ഈ സോൾ ട്രേഡറിൽ എന്താണ് ബിസിനസ്സും സോൾ ട്രേഡും ഡിഫറെന്റ് അല്ല. ഓക്കെ, ഇത് രണ്ടും പുള്ളിന്റെ പാർട്ട് തന്നെ, ഒരാളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആയിട്ടൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം ആറ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ആ വ്യക്തിയുടെ സോൾ ട്രേഡറുടെ ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫേസ് പേഴ്സണൽ ടാക്സ്. അപ്പൊ ഇവിടെ എന്താണ് കമ്പനീന്റെ ടാക്സ് ആയിട്ട് കൊടുക്കണ്ട, നമ്മുടെ ബിസിനസിന്റെ ടാക്സ് ആയിട്ട് കൊടുക്കണ്ട. ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആറ് ടാക്സ് ആയിട്ട് കൊടുത്താൽ മതി? ഈ സോൾ ട്രേഡർ ടാക്സ് ആയിട്ട് കൊടുത്താൽ മതി. പേഴ്സണൽ ടാക്സ് മാത്രമേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. കാരണം എന്താണ്, ഈ ഇയാളുടെ സംബന്ധിച്ചോളം ഇയാൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻകം, ആ ഇൻകം എത്രയാണോ ആ ഇൻകത്തിന് വേണ്ടി ഇയാളാണ് ഇൻകം ടാക്സ് അടയ്ക്കുന്നത്. അല്ലാണ്ട് കമ്പനീന്റെ പേരിലൊന്നും അല്ലെങ്കിൽ ആ ബിസിനസിന്റെ പേരിലൊന്നും അയാൾക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ ബിസിനസ് എൻഡ്സ് ഇഫ് ഓണർ ലീവ്സ്. അപ്പം ഓണർ പോവുകയാണെങ്കിൽ പിന്നെ ആരെല്ലാം ഉണ്ട് നടത്താൻ? കാരണം എന്താണ്, ഇത് രണ്ടും മൂന്നും പേര് നടത്തുന്നോ അല്ലെങ്കിൽ ഒരുപാട് പേര് നടത്തുന്നൊന്നും അല്ല, ആകെ ഒരാൾ നടത്തുന്ന. അപ്പൊ അയാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് എന്താവും? എൻഡ് ആവും. ബിസിനസ്സിന് എന്താണ് കണ്ടിന്യൂറ്റി ഉണ്ടാകത്തില്ല. പക്ഷെ ഈ ബിസിനസ് എന്താണ്, മറ്റൊരാൾക്ക് വിൽക്കുവാണെങ്കിൽ ആ ബിസിനസ് എന്താവും? ചിലപ്പോൾ കണ്ടിന്യൂ ആയിട്ട് പോവാം. അതാ വാങ്ങുന്ന ആളുടെ ഇതനുസരിച്ച് അത് കണ്ടിന്യൂ ചെയ്യണോ അതോ അല്ലാണ്ട് കൊണ്ടു നടക്കണോ എന്നുള്ള അവരുടെ ഒരു ഇതനുസരിച്ചായിരിക്കും അത് തീരുമാനിക്കപ്പെടുന്നത്. ഇനി ഇതിനെന്തായിരിക്കും അതിന്റെ അഡ്വാൻറ്റേജസ്? ഈസി ടു സെറ്റപ്പ്. എന്താണ്, പെട്ടെന്ന് ഇത് സെറ്റപ്പ് ചെയ്യാൻ എന്താണ് വളരെ എളുപ്പമാണ് അല്ലേ. നമ്മുടെ ഇവിടെ നാട്ടിലുള്ള കടകളൊക്കെ ആണല്ലോ എന്താണ് കുറച്ച് സാധനമൊക്കെ വാങ്ങി, കുറച്ച് എന്താണ് മിഠായിയും കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി വെച്ച്, അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ എന്താണ് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഫുൾ പ്രോഫിറ്റ് കെപ്റ്റ് ബൈ ഓണർ. അപ്പം ഈ മുഴുവൻ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്? ഒരേ ഓണറേ ഉള്ളൂ, ഒരാളാണ് റൺ ചെയ്യുന്നത്, ഒരൊറ്റ ഓണറേ ഉള്ളൂ. അപ്പൊ ഈ കിട്ടുന്ന മൊത്തം ആർക്കാ? ആ ഓണർക്ക് മാത്രമുള്ളതാണ്. ഫ്ലെക്സിബിൾ ഡിസിഷൻ. അപ്പൊ എന്താണ് ഡിസിഷന്റെ കാര്യത്തിൽ എന്താണ് ഒരു കോൺഫ്ലിക്റ്റും കാര്യമൊന്നും വരുന്നില്ല. കാരണം എന്താണ്, അവിടെ ഒരാളേ ഉള്ളൂ, ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ അയാൾക്ക് വേണം തോന്നുകയാണെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കാം, വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് വേണ്ടെന്ന് നോക്കാം. അപ്പൊ അവിടെ എന്താണ് വളരെ ഫ്ലെക്സിബിലിറ്റി ആണ് ഉള്ളത്. അപ്പം അയാളെ സംബന്ധിച്ചോളം എന്താണ് മറ്റൊരാളുടെ ഒപ്പീനിയൻ ചോദിക്കേണ്ട കാര്യമില്ല, വേറെ ഒരാളുടെ സമ്മതത്തിന് വേണ്ടി നോക്കി നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ് അയാൾക്ക് സ്വന്തമായിട്ട് നല്ല ഫ്ലെക്സിബിലിറ്റി ആയിട്ട് ആണ് കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ ഉള്ളത്. അതുപോലെ ഡിസഡ്വാൻറ്റേജസ്, അൺലിമിറ്റഡ് ലയബിലിറ്റി. കാരണം എന്താണ് പേഴ്സണൽ അസറ്റ്സ് അറ്റ് റിസ്ക്. കാരണം ബിസിനസ്സും അയാളും എന്താണ് സെപ്പറേറ്റ് അല്ലാത്തതുകൊണ്ട്, ഇവരെല്ലാം ഒന്നിച്ചായതുകൊണ്ട് ഇയാളെ സംബന്ധിച്ചോളം ഇയാളുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയിരിക്കും. കാരണം ഇയാളുടെ പേഴ്സണൽ അസറ്റ്സ് വരെ എന്ത് സംഭവിക്കാം, ഇതിന് ഈ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആയിരിക്കാം. അപ്പം എന്തെങ്കിലും തരത്തിൽ ലയബിലിറ്റി പേ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിൽ അത് ബിസിനസിന്റെ മാത്രം അസറ്റ്സ് അല്ല വരുന്നത്. കാരണം ബിസിനസ്സും ഇയാളും ഒരാളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇയാളുടെ അസറ്റ്സും ഈ സോൾ ട്രേഡർ അസറ്റ്സും കൂടെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ ഹാർഡ് ടു റേസ് ഫൈനാൻസ്. അപ്പൊ എന്താണ് ഇയാളെ സംബന്ധിച്ചോളം ഒരു ഫൈനാൻസ് റേസ് ചെയ്യാനൊക്കെ എന്തായിരിക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒന്നാമത് എന്താണ് ഇയാൾ ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പൊ ഇയാളെ സംബന്ധിച്ചോളം ഇയാളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഫണ്ട്, അപ്പൊ ഇയാളുടെ അടുത്തു നിന്നുള്ള ഇയാളുടെ അസറ്റ് മാത്രം, അല്ലെ ഇയാളുടെ കയ്യിലുള്ള ക്യാഷ് മാത്രം
അല്ലെങ്കിൽ ഇയാൾ അപ്ലൈ ചെയ്ത് ലോൺ കിട്ടിയ ആ ലോൺ മാത്രം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഒരുപാട് പേരുണ്ടെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഒരാളെ സംബന്ധിച്ചോളം എന്താണ്, ഫണ്ട് റേസ് ചെയ്യാൻ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടാണ്. കണ്ടിന്യൂറ്റി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, അയാൾ നിർത്തിപ്പോയാൽ അവിടെ പിന്നെ കണ്ടിന്യൂറ്റി ഇല്ല, വേറെ ആരും അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. കാരണം ഒരൊറ്റ ഓണറാണ്, ഒരാളാണ് ഹാൻഡിൽ ചെയ്തു പോകുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സോൾ ട്രേഡ് എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമതാണ് പാർട്ണർഷിപ്പ് അല്ലേ. ഈ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരാൾ പറയുന്ന കാര്യം എന്നാണ്, രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അല്ല രണ്ടിലധികം ആൾക്കാർ ചേർന്ന് ഒന്നിച്ച് ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരുപാട് പരിചയമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ എപ്പോഴൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഒന്നിച്ചൊരു മന്തിക്കട നടത്താം, അല്ലെ നമുക്ക് ഒന്നിച്ചൊരു കാറിന്റെ ഗ്യാരേജ് തുടങ്ങാം. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഒന്നിച്ച് എന്താണ്, ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പരിചയക്കാരൊക്കെ ആവാം. ഇവരെല്ലാം ഒന്നിച്ചു ചേർന്ന് രണ്ടിലധികം ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് ഒരു ബിസിനസ് നടത്തുന്നതിനെയാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം പാർട്ണർഷിപ്പും സോൾ ട്രേഡ് നമ്മൾ വ്യത്യാസം എന്നാണ്, ഇവിടെ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ രണ്ടിലധികം ആൾക്കാരുണ്ട്. ഓക്കെ, അതാണ് വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ആ വ്യത്യാസം എവിടെയും പ്രതിഫലിക്കാം. നമ്മുടെ ഫീച്ചേഴ്സിൽ വരുന്ന സമയത്ത് അവിടെ നോക്കാം. കാരണം എന്താണ്, പാർട്ട്നേഴ്സ് ഷെയർ പ്രോഫിറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പം അവിടെ സോൾ ട്രേഡിൽ ആരായിരുന്നു, സോൾ ട്രേഡിൽ അയാൾ ഒറ്റയ്ക്കായിരുന്നു അത് മൊത്തം പ്രോഫിറ്റ് എടുത്തിരുന്നത്. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ആർക്കായിരുന്നു, സോൾ ട്രേഡർക്ക് മാത്രമായിരുന്നു. ഇവിടെ പാർട്ട്നേഴ്സ് ആർക്കാണോ അവർക്കെല്ലാം അതാണ് പ്രോഫിറ്റ് ഷെയറിങ്ങും ഉണ്ടാവും, അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റിയും ഷെയർ ചെയ്തായിരിക്കും വെക്കുന്നത്. കാരണം ഒരാളുടെ ഉത്തരവാദിത്വം അല്ല ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക, ബിസിനസ് നന്നാവുക എന്നുള്ളത് എല്ലാവരുടെയും കൂടെ ഉത്തരവാദിത്വമാണ്. നോ സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി. അപ്പം ബിസിനസ്സിന് എന്താണ് സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി ഒന്നും ഇല്ല. ഈ സോൾ ട്രേഡർ പോലെ തന്നെ ബിസിനസ്സും എന്താണ് പാർട്ട്നേഴ്സും എല്ലാം സെയിം ഒന്നിച്ചാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, അവര് സെപ്പറേറ്റ് കമ്പനി ആയിരിക്കില്ല ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ എന്താണ്, ഓരോ പാർട്ട്ണർ ആയിരിക്കും അവരുടെ പേഴ്സണൽ ടാക്സ് കൊടുക്കുന്നത്. അതായത് എന്താണ്, അവർക്ക് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എത്രയാണോ, ഓരോ പാർട്ണർക്ക് എത്രയാണ് ഇതിനകത്ത് ഇൻകം കിട്ടുന്നത്, പ്രോഫിറ്റിന്റെ പോർഷൻ കിട്ടുന്നത്, ആ ഷെയറിലാണ് അവര് എത്ര കൊടുക്കുന്നത്, ടാക്സ് പേ ചെയ്യുന്നത്. ഓക്കെ. മേ എൻഡ് ഇഫ് എ പാർട്ണർ ലീവ്സ്. അപ്പം സ്വാഭാവികമായിട്ട് രണ്ടോ അല്ല മൂന്നോ പാർട്ണറൊക്കെ ഉള്ള ആണെങ്കിൽ, വളരെ കുറച്ച് പാർട്ട്നേഴ്സ് ഉള്ള ഒരു ഫേം ആണെങ്കിൽ, അതിലൊരു പാർട്ണർ പോവുകയാണെങ്കിൽ, ലീവ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇതിനകത്ത് ഇനി ഇല്ല, ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പോവുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും എന്താണ്, ചാൻസ് ഉണ്ട് എന്തിന്, നമ്മുടെ ഈ ബിസിനസ് എൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മറ്റൊരാൾ തന്നെ അല്ലെങ്കിൽ മറ്റേ രണ്ടുപേര് തന്നെ നടത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ അവർക്കും അവരില്ലാണ്ട് ഒന്നിച്ചൊരു സപ്പോർട്ട് ഇല്ലാണ്ട് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എങ്ങനെയാണ് പാർട്ണർഷിപ്പിൽ എന്തായിരിക്കും, ചിലപ്പോൾ ഒരു പാർട്ണേഴ്സ് ഒക്കെ വളരെ കുറവാണെങ്കിൽ, അപ്പം ഒരാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം അഫക്ട് ചെയ്യും. അപ്പം അങ്ങനെ എൻഡ് ആവാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷെയർഡ് സ്കിൽസ് ആൻഡ് നോളജ്. കാരണം ഒന്നിലധികം ആൾക്കാർ അല്ലെങ്കിൽ രണ്ടിലധികം ആൾക്കാർ വരുന്ന സമയത്ത് അവരുടെ നോളജും അവരുടെ സ്കില്ലും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു ബിസിനസിനെ സംബന്ധിച്ചോളം ഡിഫറെന്റ് സ്കില്ലുള്ളതും ഡിഫറെന്റ് നോളജ് ഉള്ള ആൾക്കാർ ഒന്നിച്ചു വരുമ്പോൾ അവിടെ എന്താവും, വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും ബിസിനസിനെ സംബന്ധിച്ചോളം. അപ്പൊ എല്ലാവർക്കും ഒരേ കഴിവായിരിക്കത്തില്ലോ. അപ്പൊ ചിലവർക്ക് എന്താണ്, ചിലപ്പം നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പൊ അത് ബിസിനസ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ മറ്റേ ആൾക്ക് നന്നായിട്ട് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടാകുന്നില്ല, പക്ഷെ നന്നായി കാൽക്കുലേറ്റ് ചെയ്യാനും അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാനൊക്കെ ഒരാൾക്ക് നല്ല കഴിവുണ്ടാവും. അപ്പം അയാൾ എന്ത് ചെയ്യും, അക്കൗണ്ട്സ് നമുക്ക് ക്യാഷിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യും. മറ്റേ ആൾ എന്താവും, ആൾ കസ്റ്റമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ടീം വർക്ക് പോലെ വരുന്ന സമയത്ത് അവരത് വളരെയധികം ബെനിഫിറ്റ് ചെയ്യും. അതുപോലെ തന്നെ മോർ ഫൈനാൻസ് പോസിബിൾ. അപ്പൊ കമ്പയർഡ് ടു സോൾ ട്രേഡർ, ഇവിടെ എന്താണ്, ഒന്നിലധികം ആൾക്കാർ വരുന്ന സമയത്ത് കൂടുതൽ ഫൈനാൻസ് പോസിബിൾ ആണ്. എന്താണ്, കാരണം ഒരാളുടെ മാത്രമല്ല, ഒരാളുടെ അടുത്തില്ലെങ്കിൽ അടുത്ത എടുക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് എടുക്കാം. പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും ഒരു വലിയ എമൗണ്ട് ഇടേണ്ടി വരത്തില്ല, പക്ഷെ എല്ലാവരും ഒരു ഷെയർ വെച്ച് ഇടേണ്ടി ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഫൈനാൻസ് റേസ് ചെയ്യുന്ന കാര്യത്തിൽ എന്താണ്, സോൾ ട്രേഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വളരെ എളുപ്പമാണ്. പിന്നെ എന്താണ്, റിസ്ക് ഷെയർഡ് ആണ്. കാരണം റിസ്ക് ഒരാൾക്ക് മാത്രം എടുത്താൽ പോരാ, ഇത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആർക്കാണ്, ആ പാർട്ട്നേഴ്സിനൊക്കെ അതിന്റെ റിസ്ക് ഉണ്ട്. അപ്പം ഒരാൾക്ക് മാത്രമല്ല നഷ്ടം വരുന്നത്, എല്ലാവർക്കും നഷ്ടം വരുന്നുണ്ട്. അപ്പം നഷ്ടം മൊത്തം ഒരാൾ സഹിക്കേണ്ട കാര്യമില്ല, റിസ്ക് ഷെയർഡ് ആണ്. പിന്നെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിബിൾ കോൺഫ്ലിക്ട്സ്. ഇപ്പൊ എന്താണ്, രണ്ടും മൂന്നും നാലും ആൾക്കാർ പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്ന സമയത്ത് അവിടെ അഭിപ്രായങ്ങൾ ഡിഫറെന്റ് ആയിരിക്കാം. എല്ലാവർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കില്ല. ഒരാൾ പറയുവാണ് നമുക്ക് നാളെ മുതൽ പച്ചക്കറി കച്ചവടം തുടങ്ങാം, അപ്പോൾ മറ്റുള്ള പറയുവാണ്
അത് വേണ്ട, ശരിയാകത്തില്ല, പച്ചക്കറി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, രാവിലെ ആഴ്ച 2 ദിവസം എടുക്കാൻ പോകണം, അത് ചീഞ്ഞു പോയിട്ടുണ്ട്, നമുക്ക് നഷ്ടമാണ്. അപ്പൊ പല ഒപ്പീനിയൻ പറയും. അപ്പൊ മറ്റൊരാൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്ത് പറയും. അതേപോലെ തന്നെ അതിന്റെ മറ്റൊരാൾ തന്നെ പിന്നെയും ഒപ്പീനിയൻ മാറ്റി പറയാം. അപ്പം ഇവ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്സിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ പാർട്ണർഷിപ്പിൽ. കാരണം ഒന്നിലധികം ആൾക്കാർ ഇപ്പം ഡിഫറൻ്റ്ലി ചിന്തിക്കുന്നവരാണ്, ഡിഫറൻ്റ്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നവരാണ്. അപ്പം അവരെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദെൻ ഷെയർഡ് പ്രോഫിറ്റ്. അപ്പം എന്താണ് പ്രോഫിറ്റ് എത്ര ഉണ്ടാക്കിയാലും അത് എവിടെ പോവാണ്? പാർട്ട്നേഴ്സ് ഒക്കെ ഈക്വലി ഷെയർ ആയിട്ട് പോവുകയാണ്. കാരണം ഒരു ഫുള്ളായിട്ട് സോൾ ട്രേഡിനെ പോലെ ഫുള്ളായിട്ട് അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ഇതൊക്കെ ഇതിന്റെ എന്താണ് സോൾ ട്രേഡിന്റെ അഡ്വാൻറ്റേജ് ഇവിടെ എന്താണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഡിസഡ്വാൻറ്റേജ് ഇവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്താണ് പ്രോഫിറ്റ് ഒരു പോർഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ, അല്ല അവരുടെ ഷെയർ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം പ്രോഫിറ്റ് ഫുള്ളായിട്ട് അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ എന്താണ് ഇതുപോലെ തന്നെ അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണ്. കാരണം കമ്പനി ഒരു സെപ്പറേറ്റ് അല്ലെങ്കിൽ ബിസിനസ് ഒരു സെപ്പറേറ്റ് പേഴ്സൺ സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആയിട്ടൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും ബിസിനസ്സും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സും ഒക്കെ എന്താണ് എല്ലാം ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചോളം ഓരോ പാർട്ണറും ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ പാർട്ണറിന്റെയും എന്താണ് പേഴ്സൺ അസറ്റും എന്തിലേക്ക് ഇൻവോൾവ് ആണ്? ഈ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആണ്. അപ്പം സെപ്പറേറ്റ് ആയിട്ട് കമ്പനി സെപ്പറേറ്റ് ആണെങ്കിൽ കമ്പനീന്റെ അസറ്റ്സ് മാത്രം അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നുള്ളൂ, പേഴ്സണൽ അസറ്റ് ഒന്നും ഇതിനകത്ത് ഇൻവോൾവ് ആകത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് എന്താണ് ഓരോ പാർട്ണറിന്റെ പേഴ്സണൽ അസറ്റും ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. പിന്നെ സ്ലോവർ ഡിസിഷൻ മേക്കിംഗ്. എന്തുകൊണ്ടാവാം സ്ലോവർ ഡിസിഷൻ മേക്കിംഗ്? കാരണം ഇപ്പോൾ സോൾ ട്രേഡർ ഒരാൾ മാത്രം ഉള്ളതെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരാൾ മാത്രം ഉള്ളെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ വേറെ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം പച്ചക്കറി നമുക്ക് ബിസിനസ് തുടങ്ങാം, തീരുമാനിച്ചു, പിന്നെ അവിടെ ഒപ്പീനിയൻ ഒന്നും ഇല്ല, വേറെ ആൾക്ക് ഇവിടെ നമ്മുടെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ 2-ലധികം 3-ലധികം ആൾക്കാരുള്ളപ്പം അവർ ഒപ്പീനിയൻ ഡിഫറെന്റ് ആവാം. പിന്നെ സംസാരിച്ച് എന്ത് ചെയ്യുന്നു, ഒരാളെ കൺവിൻസ് ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരാളെ കൺവിൻസ് ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അപ്പോൾ ഇവർ സംസാരിച്ച് എല്ലാവരും കോമൺ ആയിട്ട് ഒരു ഡിസിഷനിൽ എത്തുമ്പോൾ എന്താവും, ഒരു സമയമെടുക്കും. അപ്പം പെട്ടെന്നുള്ള ഡിസിഷൻ മേക്കിംഗ് അവിടെ പോസിബിൾ അല്ല. അപ്പൊ ഇങ്ങനെ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, ഡിസിഷൻ മേക്കിംഗ് സ്ലോവർ ആയിരിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പാർട്ണർഷിപ്പ് ഫെയിമിൽ നോക്കാനുള്ളത്. ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. അപ്പൊ നിങ്ങൾക്ക് ഈയിടെ ഉണ്ടാവും ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി അല്ലേ? അപ്പൊ എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഓൺഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. അപ്പം എന്താണ് ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഒരു കമ്പനിയുടെ ഷെയർ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എന്താണ് ഒരു രജിസ്റ്റർ ചെയ്ത കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി. ആ കമ്പനിയെ സംബന്ധിച്ചോളം എന്തായിരിക്കും, കമ്പനി വേറെ ഷെയർ ഹോൾഡേഴ്സ് വേറെ. അതായത് കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആയിരിക്കും. എന്ന് വെച്ചാൽ കമ്പനിനെ ഒരു പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ എന്താണ് +2 പഠിച്ചിരുന്ന സമയത്ത് പഠിച്ചിരുന്നു കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പം ഇന്റലിജന്റ് പേഴ്സൺ അല്ല, ഓക്കെ. അപ്പം ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ എന്താണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കമ്പനീനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പേഴ്സൺ ഉണ്ട്. സോൾ ട്രേഡിൽ പാർട്ണർഷിപ്പിലേക്ക് എന്താണ് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ല കൺസിഡർ ചെയ്തേ, നമ്മൾ ഇതെല്ലാം ഒന്നിച്ചാണ് കൺസിഡർ ചെയ്തേ, പാർട്ണേഴ്സിന്റെ ഒക്കെ ഒന്നിച്ചാണ് കൺസിഡർ ചെയ്തേ. പക്ഷെ ഇവിടെ എന്താണ് കമ്പനി വേറെ, അതിന്റെ പാർട്ണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് വേറെ, അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയാണ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കമ്പനികളുടെ ഷെയർസ് ഒക്കെ എവിടെ ആയിരിക്കും? സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, ഷെയർസ് ഒക്കെ പർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ഇതിന്റെ ഈ കമ്പനിയുടെ ഓണേഴ്സ്. അപ്പൊ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. 1-2 ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കില്ല, ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവാം അങ്ങനെയുള്ള കമ്പനികൾ. അപ്പം ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണ്? ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഈ പറഞ്ഞ പോലെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പം ഈ ഷെയർ ഹോൾഡേഴ്സിന് ചിലപ്പോൾ ലിമിറ്റ് ഉണ്ടല്ലോ, ഒരുപാട് എത്ര ഷെയർസ് ഉണ്ടോ ആ ഷെയർസ് ആരൊക്കെ സ്വന്തമാക്കിയോ, ഒരു ഷെയർ സ്വന്തമാക്കിയാൽ പോലും ആ ഒരു പോർഷൻ ആരുടെയാണ്? ആ സ്വന്തമാക്കിയ ആളുടെയാണ്. അപ്പം ഈ ഷെയർസ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവരെല്ലാം ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഈ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഈ കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മാനേജ്ഡ് ബൈ ഡയറക്ടേഴ്സ്. അപ്പം ഇത് ഈ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ഈ കമ്പനി മാനേജ് ചെയ്യുന്നത്. ഈ കമ്പനി മാനേജ് ചെയ്യാൻ വേണ്ടി ആരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും? നമ്മൾ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഷെയർ ഹോൾഡേഴ്സ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചോളം ഷെയർ ഹോൾഡേഴ്സ് പബ്ലിക് ആണ് അല്ലെ, ആരും ആവാം. അവർക്കൊരു കമ്പനി എന്താണ് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവൊന്നും ഉണ്ടാകുന്ന വരത്തില്ല. ഓക്കെ. അപ്പം അവരെ സംബന്ധിച്ചോളം പ്രോപ്പർ ആയിട്ട് ഒരു കമ്പനി മാനേജ് ചെയ്യാൻ വേണ്ടി അവരെല്ലാം കൂടെ ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും? ഒരു ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡയറക്ടേഴ്സ് ആണ് കമ്പനി മാനേജ് ചെയ്യുന്നത്. ആർക്ക് വേണ്ടി? ഈ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി.
ഡയറക്ടേഴ്സിന് എന്താ കിട്ടുന്നത്? ഡയറക്ടേഴ്സിന് കിട്ടുന്നതാണ് സാലറി. ഈ അതിൽ നിന്നുള്ള പ്രോഫിറ്റിന്റെ പോർഷൻ ആർക്കാ കിട്ടുന്നത്? അതാണ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. കമ്പനി പേയ്സ് കോർപ്പറേറ്റ് ടാക്സ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിരുന്ന നമ്മുടെ സോൾ ട്രേഡറിലും പാർട്ണർഷിപ്പിലൊക്കെ എന്തായിരുന്നു കൊടുത്തിരുന്നത്? പേഴ്സണൽ ടാക്സ് കൊടുത്തിരുന്നത്. അവര് ഓണേഴ്സ് പേഴ്സണൽ ടാക്സ് കൊടുത്തിരുന്നത്. പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്ന കമ്പനി സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആയതുകൊണ്ട്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയതുകൊണ്ട് എന്താണ് കൊടുക്കുന്നത്? കോർപ്പറേറ്റ് ടാക്സ് ആണ് കൊടുക്കുന്നത്. അപ്പൊ കമ്പനി ടാക്സ് ആണ് കൊടുക്കുന്നത്, കോർപ്പറേറ്റ് ടാക്സ് ആണ് കൊടുക്കുന്നത്. അതിന് റേറ്റ്സും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. പേഴ്സണൽ ടാക്സിന്റെ റേറ്റ് ആയിരിക്കത്തില്ല കോർപ്പറേറ്റ് ടാക്സിന്റെ റേറ്റ്. അതുകൊണ്ട് എന്ത് കൊടുക്കേണ്ട കാര്യമില്ല? പേഴ്സണൽ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചോളം. ഇപ്പം അല്ല ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചോളം. ഇപ്പം എന്താണ് കമ്പനിയാണ് കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന് കമ്പനിയാണ് പേ ചെയ്യുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ഈവൻ ഇഫ് ഓണേഴ്സ് ചേഞ്ച്. അപ്പൊ എന്താണ്? ഓണേഴ്സ് ചേഞ്ച് ആവുകയാണെങ്കിൽ പോലും ഇത് കണ്ടിന്യൂ. കാരണം ഒന്നിലധികം ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇത് ലീഡ് ചെയ്യുന്നത്. അപ്പൊ ഒരാൾ മാറുമല്ലോ, രണ്ടാൾ മാറുമല്ലോ, കുറച്ച് പേര് മാറുമെങ്കിലും എന്ത് അഫക്ട് ചെയ്യുന്നില്ല? കമ്പനിയുടെ നിലനിൽപ്പിനെ, കമ്പനിയുടെ കണ്ടിന്യൂറ്റിനെ അഫക്ട് ചെയ്യുന്നില്ല. അഡ്വാൻറ്റേജ് നോക്കാം. ലിമിറ്റഡ് ലൈബിലിറ്റി. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് കമ്പനി എന്നാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് അല്ലെ. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആകുമ്പോൾ ആ ലീഗൽ എൻറ്റിറ്റിയുടെ ഓണർഷിപ്പിലുള്ള അസറ്റ്സും ഉള്ള മാത്രമേ എവിടെ വരുന്നുള്ളൂ? ലൈബിലിറ്റിയിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുള്ളൂ. കാരണം എന്താകുന്നില്ല? ഓണേഴ്സ് പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം ഓണേഴ്സിന്റെ പേഴ്സണൽ അസറ്റ് ഒന്നും എവിടെ ഇൻവോൾവ് ആകുന്നില്ല? നമ്മുടെ ഈ കമ്പനിയിൽ ഇൻവോൾവ് ആകുന്നില്ല. ഓണേഴ്സിന്റെ പേഴ്സണൽ അസറ്റ് അത് ഓണേഴ്സിന്റെ മാത്രമാണ്, അത് കമ്പനിയുടെ സ്വന്തമല്ല. കമ്പനിയുടെ അസറ്റ്സ് മാത്രമാണ് കമ്പനിക്കുള്ളത്. അപ്പൊ ആ കമ്പനിയുടെ അസറ്റ്സ് വരെ ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ആ കമ്പനിയുടെ അസറ്റ്സിലേക്ക് മാത്രമേ അവരുടെ ആ ലൈബിലിറ്റി ഒക്കെ കവർ ആയിട്ട് പോകത്തുള്ളൂ. അപ്പൊ അതിന്റെ അപ്പുറത്തോട്ട് ഓണേഴ്സിന്റെ പേഴ്സണൽ അസറ്റ്സിലോട്ടൊന്നും അത് പോകത്തില്ല. അതുകൊണ്ട് എന്താണ്? ലിമിറ്റഡ് ലൈബിലിറ്റി ആയിരിക്കും. പിന്നെ എന്താണ്? ഈസിയർ ടു റേസ് ഫൈനാൻസ്. ഇപ്പൊ എന്താണ്? ഫൈനാൻസ് റേസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പൊ ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനിയെ സംബന്ധിച്ചോളം എന്താണ്? ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴിയും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഷെയർ ഇഷ്യൂ വഴിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഡിബഞ്ചർ ഇഷ്യൂ വഴിയൊക്കെ എന്താണ്? അവർക്ക് ഫൈനാൻസ് റേസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ബിസിനസ് കണ്ടിന്യൂറ്റി. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാർ മാറിയെന്ന് കരുതി എന്ത് ചെയ്യുന്നില്ല? ബിസിനസിന്റെ കണ്ടിന്യൂറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇതെന്താണ്? ഇത് ഡയറക്ടേഴ്സ് ആണ് മാനേജ് ചെയ്യുന്നത്. ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇതിന്റെ ഓണേഴ്സ്. ഓരോ കുറച്ച് പേര് മാറിയാൽ അവർ മാറി, വേറെ ആൾക്കാർ വരും അത് ഷെയർ വാങ്ങുന്നവർ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് അത് പർച്ചേസ് ചെയ്യുമായിരിക്കും. അതുകൊണ്ട് കമ്പനിയുടെ കണ്ടിന്യൂറ്റിനെ അത് ഒരിക്കലും അഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. എക്സ്പെൻസീവ് ടു സെറ്റപ്പ്. അപ്പൊ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്താണ് സെറ്റപ്പ് ചെയ്യാനൊക്കെ എന്താണ്, അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ ലിസ്റ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ എന്താണ് വളരെയധികം എക്സ്പെൻസീവ് ആണ്. മറ്റ് സോൾ ട്രേഡറൊക്കെ നമുക്ക് പെട്ടെന്ന് പരിപാടി തുടങ്ങാം, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ആലോചിച്ച് പരിപാടി തുടങ്ങാം. പക്ഷെ ഇതിനെന്താണ് കൃത്യമായ പ്രോസസ് ഉണ്ട്, കൃത്യമായ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അതിന് കമ്പനീസ് ആക്ട് ഒക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ അതിനൊക്കെ എന്താണ് കൃത്യമായ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കമ്പാരിറ്റീവ്ലി എന്താണ് ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. മോർ ലീഗൽ റൂൾസ് ആൻഡ് പേപ്പർ വർക്ക്സ്. ഇപ്പൊ എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞു ഓരോ പ്രോസസ് ഉണ്ട്. ചുമ്മാ പോയിട്ട് നമുക്ക് ഒരു കമ്പനി പേരിട്ടു. ഇപ്പം ഞങ്ങൾ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് നോക്കാം, ഡ്രീം ലെഡ്ജർ. ഡ്രീം ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് കമ്പനി എന്താ, ഞാൻ ഒരു കമ്പനി തുടങ്ങാൻ പോകും. ഡ്രീം ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ട് കൊടുത്താലൊന്നും എന്ത് ആകത്തില്ല, കമ്പനി രജിസ്റ്റർ ആകത്തില്ല. അതിന് കൃത്യമായ പ്രോസസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ട്, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു നമുക്ക് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനും നമുക്ക് പ്രവർത്തിക്കാനൊക്കെ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഒരു കമ്പനി തുടങ്ങാൻ നിസ്സാര കാര്യമൊന്നുമില്ല. അപ്പം ഇന്നത്തെ കാലത്ത് കമ്പനിയും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കാര്യങ്ങളും സർക്കാരൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ പ്രോസസ്സ് ഒന്നും അത്ര എളുപ്പമല്ല. അപ്പം നമുക്ക് ലീഗൽ വർക്ക് ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള രീതിയിൽ അഫക്റ്റ് ആകുന്ന അല്ലെങ്കിൽ പ്രത്യേക ടെറിട്ടറി ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അപ്രൂവൽ ഒന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങുന്ന ഏരിയ, തുടങ്ങുന്ന ബിസിനസ്, തുടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി, അതൊക്കെ നമ്മൾ നോക്കിയിട്ടേ, അതൊക്കെ സർക്കാർ വിലയിരുത്തിയിട്ടേ നമുക്ക് അതിനുള്ള അപ്രൂവൽ കാര്യങ്ങൾ തരത്തുള്ളൂ. അപ്പൊ നമുക്ക് തോന്നിയ പോലെ എല്ലാ ബിസിനസ്സും ചെയ്യാനും പറ്റത്തില്ല, തോന്നിയ പോലെ എവിടെയും പോയി തുടങ്ങാനും പറ്റത്തില്ല. അപ്പൊ എന്താണ് കൃത്യമായിട്ടുള്ള ലീഗൽ റൂൾസും അതുപോലെ തന്നെ പേപ്പർ വർക്ക്സും ഒക്കെ ഇതിനുണ്ട്. അപ്പം അതൊക്കെ എന്താണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മസ്റ്റ് ബി പബ്ലിഷ്ഡ്. അപ്പം നമ്മൾ ഇനി ചാപ്റ്ററിലോട്ട് കുറച്ചും കൂടെ വരുവാണ്. ഈ സോൾ ട്രേഡറും അതേപോലെ തന്നെ പാർട്ണർഷിപ്പ് ഫേമും അതേപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. അപ്പൊ ഇവരെ സംബന്ധിച്ചോളം ഇതിൽ പാർട്ണർഷിപ്പിനും സോൾ ട്രേഡറിനും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. പ്രോഫിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് ചെയ്താൽ മതി. അപ്പം അവരെ സംബന്ധിച്ച ഒരു പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഇല്ല.
ഓക്കെ, അപ്പം പുറമേ ഉള്ളവർക്ക് ഉള്ളവരെ എന്താണ് എന്ത് കാണിക്കേണ്ട, അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് കാണിക്കേണ്ട കാര്യം അവർക്കില്ല. അവർക്ക് മാത്രം അറിഞ്ഞാൽ മതി, നാട്ടുകാരെ മൊത്തം കാണിക്കേണ്ട, അല്ലെങ്കിൽ അതിന്റെ പുറമേ ഉള്ള കസ്റ്റമേഴ്സിന് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും കാണിക്കേണ്ട കാര്യം അവർക്കില്ല. പക്ഷേ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചോളം എന്താണ്, അവർക്ക് പബ്ലിക് അക്കൗണ്ടബിലിറ്റി കൂടുതലായിരിക്കും. അവർക്ക് എന്താണ് മസ്റ്റ് ആയിട്ടും ഇപ്പൊ കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയെ സംബന്ധിച്ചോളം മസ്റ്റ് ആയിട്ടും അവർ എന്ത് ചെയ്യണം, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം. മറ്റുള്ളവർക്കും എക്സ്റ്റേണൽ യൂസേഴ്സിന് ഇത് ആക്സസ് ആയിരിക്കണം. അപ്പം അവരെ സംബന്ധിച്ചോളമാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം ആർക്കാണ്, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനികൾക്കാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഈ ചാപ്റ്റേഴ്സിൽ ഇനിയിപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഇപ്പോൾ കമ്പനികൾ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ സോൾ ട്രേഡ് പാർട്ണർഷിപ്പ് ഒന്നും ഇല്ല. ഈ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊക്കെ ആയിക്കോട്ടെ, സോൾ ട്രേഡ് പാർട്ണർഷിപ്പിനെ പറ്റിയല്ല നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് കമ്പനികളാണ്. അപ്പൊ കമ്പനികളിലേക്കാണ് ആർക്കാണ് കമ്പൽസറി, ആർക്കാണ് മസ്റ്റായിട്ടും ചെയ്യേണ്ടത്, കമ്പനികൾക്കാണ്. അപ്പം ഈ കമ്പനികളിലേക്ക് വരുന്ന സമയത്ത് കമ്പനികൾ ചെയ്യുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അപ്പം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ പല എന്താണ് ഒരു കോമൺ റോളാണ് അല്ലേ എല്ലാവർക്കും. കാരണം മറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് മറ്റു സ്റ്റേറ്റ്മെന്റ് കമ്പയർ ചെയ്യണമെങ്കിൽ വരെ എന്താണ് അവിടെ അവർ ഉപയോഗിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ റൂൾസും ഒക്കെ സെയിം ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഒരു കമ്പാരബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താണ് അതിനെപ്പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെച്ചോളൂ. ഇതാണ് നമ്മുടെ 3 ബിസിനസ് ടൈപ്സ്. അതിൽ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനികൾക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മസ്റ്റായിട്ടും പബ്ലിഷ് ചെയ്യേണ്ട കാര്യമുള്ളത്. അപ്പം മറ്റുള്ള സോൾ ട്രേഡറും പാർട്ണർഷിപ്പ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് അവരുടെ പ്രോഫിറ്റ്, അവരുടെ അസറ്റ്സ്, അവരുടെ ലൈബിലിറ്റീസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. പക്ഷേ ഇത് അവർക്ക് എന്ത് ചെയ്യേണ്ട, അത് പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് പബ്ലിഷ് ചെയ്യേണ്ടത്, അവർക്ക് പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ.